Hi, welcome back to JM Learn Center. Quest for a theory of everything. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കതിന്റെ ബാക്കി നോക്കാം. കൂടുതലൊന്നും പറയണ്ടല്ലോ. നമ്മൾ ഈ ഒരു പാരഗ്രാഫ് വരെയായിരുന്നു നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഹി ബിക്കെയിം പോപ്പുലർ, ഈ ഒരു പാരഗ്രാഫ്, ആൻഡ് ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സ്. സ്പോർട്സിൽ വരെ അദ്ദേഹം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് അതുവരെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബാക്കി നോക്കാം. However, at the end of the third year, Hawking almost floundered. He selected theoretical physics as his specialty. He had been applied to do a PhD at Cambridge and was accepted on condition that he got a first from Oxford. Hawking was confident that he could get through successfully, but as the examination day approached, his confidence failed. Hawking ended up disastrously on the borderline between a first and a second. However, at the end of the third year, ഫസ്റ്റ് ഇയർ നമ്മൾ പറഞ്ഞു അത്ര വലിയ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു, ബോറിംഗ് ആയിരുന്നു. സെക്കൻഡ് ഇയർ പകുതി വെച്ച് അദ്ദേഹം ഓക്സ്ഫോർഡ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് തേർഡ് ഇയറിന്റെ അവസാനം ഹോക്കിംഗ് ഓൾമോസ്റ്റ് ഫ്ലണ്ടേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രഗിൾഡ്. അദ്ദേഹത്തിന് വീണ്ടും ആകെ ഒരു എന്താ പറയാ, എങ്ങനെ മുന്നോട്ട് പോകണം ആ ഒരു ഇത് മനസ്സിലാവാതെ, എന്താ വെച്ചാൽ ഒരു ഭയങ്കര കൺഫ്യൂഷൻ. ഇനി ആ നെക്സ്റ്റ് എന്തെന്നുള്ളത് മനസ്സിലാക്കണം, എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഹി സെലക്ടഡ് തിയററ്റിക്കൽ ഫിസിക്സ്. അവസാനം അദ്ദേഹം തിയററ്റിക്കൽ ഫിസിക്സ് എടുത്തു. എങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി തിയററ്റിക്കൽ ഫിസിക്സ് എടുത്തു. ഏത് സബ്ജക്റ്റ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത ഒരു കൺഫ്യൂഷൻ ആയിട്ടാണ് ആ ഫ്ലണ്ടേഡ് എന്ന് ഇവിടെ പറഞ്ഞ സ്ട്രഗിൾഡ്. ആ സ്ട്രഗിൾ ചെയ്ത് എന്തിനായിരുന്നു, ഇനി മുന്നോട്ട് ഏത് രീതിയിൽ പഠിക്കണമെന്ന് അറിയാനിട്ടായിരുന്നു. He had then applied to do a PhD at Cambridge and was accepted on condition that he got a first from Oxford. അതിനുശേഷം അദ്ദേഹം കേംബ്രിഡ്ജിൽ ഒരു PhD ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ കണ്ടീഷൻ എന്തായിരുന്നു, ഓക്സ്ഫോർഡിൽ വെച്ച് ഫസ്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ എവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, കേംബ്രിഡ്ജിൽ PhD ചെയ്യാൻ പറ്റുള്ളൂ. ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹി കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി. ഹോക്കിംഗ് അങ്ങേയറ്റം ആത്മവിശ്വാസമുള്ളവനായിരുന്നു. അതായത് സിമ്പിളായിട്ട് ആ ഫസ്റ്റ് കിട്ടും. ബട്ട് ആസ് ദ എക്സാമിനേഷൻ ഡേ അപ്രോച്ച്ഡ്, പക്ഷേ ഇതൊക്കെ വിചാരിച്ചെങ്കിലും എക്സാമിനേഷൻ ഡേ വന്നപ്പോൾ ആ ഒരു ഡേറ്റ് ഇങ്ങനെ അടുത്തടുത്ത് വന്നപ്പോൾ ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്. അദ്ദേഹത്തിന് ആത്മവിശ്വാസം പോയി. Hawking ended up disastrously on the borderline between a first and a second. Disastrously എന്ന് പറഞ്ഞാൽ വിനാശകരമായ, നമ്മൾ വിചാരിച്ച രീതിയിലല്ലാത്ത, നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, നമ്മളൊരു പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു കാര്യം, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള. ഹോക്കിംഗ് എൻഡഡ് അപ്പ് ഡിസാസ്ട്രസ്ലി ഓൺ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് എ സെക്കൻഡ്. ഫസ്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ കേംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ PhDക്ക്. എങ്കിലും അദ്ദേഹം അതിന് ട്രൈ ചെയ്തെങ്കിലും ആ ഒരു എക്സാമിനേഷൻ ഡേ അപ്രോച്ച് ചെയ്തപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഫെയിലിയർ ഒക്കെ കാരണം എന്ത് ചെയ്തു, ഒരു ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ഇടയിലാണ് അദ്ദേഹത്തിന്റെ റിസൾട്ട്. ഒരു ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ഇടയിൽ ഒരു ബോർഡർ ലൈനിലാണ് അദ്ദേഹത്തിന്റെ റിസൾട്ട് വന്നത് എന്നാണ് പറയുന്നത്. Faced with a borderline result, the examiner summoned Hawking for an interview and questioned him about his plans. In spite of the tenseness of the situation, Hawking managed to come up with the kind of remark for which he was famous among his friends. If I get a first, I shall go to Cambridge. If I receive a second, I will remain at Oxford. So, I expect that you will give me a first. He got his first and he went to Cambridge. ഇനിയിപ്പോൾ കേംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടുമോ സ്റ്റീഫൻ ഹോക്കിങ്ങിന് നോക്കാം അല്ലേ. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ഇടയിൽ ഒരു ബോർഡർ ലൈനിലാണ് അദ്ദേഹത്തിന്റെ റിസൾട്ട് വന്നത്. Faced with a borderline result, the examiners summoned Hawking for an interview. Summoned എന്ന് പറഞ്ഞാൽ കോൾഡ്, വിളിച്ചു. എക്സാമിനേഴ്സ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഇന്റർവ്യൂവിന് വിളിച്ചു അല്ലെ, ഒരു ബോർഡർ ലൈൻ റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. ആൻഡ് ക്വസ്റ്റ്യൻ ഹിം അബൌട്ട് ഹിസ് പ്ലാൻസ്. ഇന്റർവ്യൂ ആകുമ്പോൾ അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ പ്ലാൻസ്, പദ്ധതികളെ കുറിച്ചൊക്കെ അവർ ചോദ്യം ചെയ്തു. ഇൻ സ്പൈറ്റ് ഓഫ് ദ ടെൻസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ. സ്വാഭാവികമായിട്ടും ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഹൈലി ടെൻസ്ഡ് ആയിരിക്കും അല്ലെ. എന്തായാലും ടെൻഷൻ, ഏത് നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആൾക്കും ആ ഒരു ഇന്റർവ്യൂ റൂമിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ സാധാരണ കാണുന്ന ടെൻഷനൊന്നും ഇല്ലാതെ അദ്ദേഹം ഹോക്കിംഗ് മാനേജ്ഡ് ടു കം അപ്പ് വിത്ത് ദ കൈൻഡ് ഓഫ് റിമാർക്ക് ഫോർ വിച്ച് ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. പണ്ട് ഓക്സ്ഫോർഡിൽ
ഓക്സ്ഫോർഡിൽ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനിടയിൽ അദ്ദേഹം എന്തൊരു കാര്യത്തിന് ഫേമസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെ, അദ്ദേഹത്തിന്റെ വിറ്റിന് അദ്ദേഹം ഫേമസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം അദ്ദേഹം ഇവിടെയും അപ്ലൈ ചെയ്തു. അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ ഇവിടെയും അദ്ദേഹം കാണിച്ചു. എന്താ പറഞ്ഞത്? ഇവർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവരെന്താ ആൻസർ പറഞ്ഞത്? സ്റ്റീഫൻ ഹോക്കിംഗ്, ഇഫ് ഐ ഗെറ്റ് ഇ ഫസ്റ്റ് ഐ ഷാൽ ഗോ ടു കേംബ്രിഡ്ജ്. എനിക്ക് ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ കേംബ്രിഡ്ജിൽ പോകും. ഇഫ് ഐ റിസീവ് എ സെക്കൻഡ് ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ്. എങ്കിൽ അഥവാ സെക്കൻഡ് ആണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ റിമെയിൻ ചെയ്യും. സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗിവ് മീ എ ഫസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു ഫസ്റ്റ് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ് ആൻഡ് ഹി വെന്റ് ടു കേംബ്രിഡ്ജ്. അങ്ങനെ അദ്ദേഹത്തിന് ഫസ്റ്റ് കിട്ടുകയും അദ്ദേഹം കേംബ്രിഡ്ജിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, സൈറ്റ് ആൻ എക്സാമ്പിൾ ടു പ്രൂവ് ദാറ്റ് സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ഷാർപ്പ് വിറ്റഡ്. ഡിഡ് ഹിസ് വിറ്റ് ഹെൽപ്പ് ഹിം ഇൻ എനി വേ? അല്ലെ, സ്റ്റീഫൻ ഹോക്കിംഗ് ഷാർപ്പ് വിറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയാൻ പറയുന്നുണ്ട്. അത് ആ വിറ്റ് അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചോ എന്നും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു പാരഗ്രാഫൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഈസി ആയിട്ട് കണ്ടെത്താവുന്നതാണ്. His first year at Cambridge was worse than that at Oxford. His slipshod mathematical background caught up with him and he found general relativity extremely tough. Another far more disastrous problem arose then. During his third year at Oxford, Hawking started getting clumsy. He had fallen once or twice for no apparent reason. The following autumn at Cambridge, he had trouble tying his shoes and sometimes he had difficulty talking. നമ്മൾ വിചാരിച്ചു ഇവിടെയൊക്കെ ഓക്കെ ആണല്ലോ, സ്റ്റീഫൻ ഹോക്കിംഗ് ഇവിടെ എല്ലാം ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം വരും. His first year at Cambridge was worse than that at Oxford. ഓക്സ്ഫോർഡിലെ ഫസ്റ്റ് ഇയർ വളരെ അദ്ദേഹത്തിന് തീരെ ഇഷ്ടമില്ലായിരുന്നു, വളരെ ബോറിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ അതിലും വേഴ്സ് ആയിരുന്നു കേംബ്രിഡ്ജിലെ ഫസ്റ്റ് ഇയർ എന്നാണ് പറയുന്നത്. His slipshod mathematical background caught up with him and എന്താ വെച്ചാൽ അദ്ദേഹം മാത്തമാറ്റിക്സ് കൂടുതൽ പഠിച്ചിട്ടില്ലായിരുന്നു, അല്ലേ. അതും നേരത്തെ ഫാദറിന്റെ അഡ്വൈസൊക്കെ കേട്ട് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ എടുത്ത് അങ്ങനെ ആ ഒരു ലെവലിൽ പോരുമ്പോൾ മാത്തമാറ്റിക്സ് അധികം നോക്കിയിട്ടില്ലായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഹി ഫൗണ്ട് ജനറൽ റിലേറ്റിവിറ്റി എക്സ്ട്രീംലി ടഫ്. ആ ഒരു മാത്തമാറ്റിക്സിലെ പ്രോബ്ലവും പിന്നെ ആ ജനറൽ റിലേറ്റിവിറ്റി ഭയങ്കര ടഫായി തോന്നിയതൊക്കെ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ വല്ലാതെ ബാധിച്ചു. Another far more disastrous problem arose then. വേറെ നമ്മൾ നേരത്തെ ഡിസാസ്ട്രസ്ലി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ. ആ ഒരു വലിയ ഡിസാസ്ട്രസ് പ്രോബ്ലം, വലിയൊരു ഇദ്ദേഹത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു പ്രോബ്ലം ആ സമയത്ത് ഉയർന്നു വന്നു. അതെന്തായിരുന്നു? ഡ്യൂറിങ് ഹിസ് തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫോർഡിലെ തേർഡ് ഇയറിൽ വെച്ച് തന്നെ ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു രൂപം നമ്മൾ ആ ആള് സ്വയം വിരൂപമായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രാകൃത രൂപമായിക്കൊണ്ടിരിക്കുക. ഒന്നും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അദ്ദേഹത്തിന്റെ ആ ഷേപ്പൊക്കെ ഇങ്ങനെ മാറി ഒരു തരം വിരൂപമായ അവസ്ഥയിലേക്ക് അദ്ദേഹം മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഓക്സ്ഫോർഡിലെ തേർഡ് ഇയറിൽ വെച്ച് തന്നെ. ഹി ഹാഡ് ഫാളൻ ഓൺസ് ഓർ ടൈസ് ഫോർ നോ അപ്പാരന്റ് റീസൺ. അദ്ദേഹം 1-2 തവണ ഒരു കാരണവുമില്ലാതെ വീണു. The following autumn at Cambridge, he had trouble tying his shoes and sometimes he had difficulty talking. പിന്നെ കുറച്ചും കൂടെ സമയം കഴിഞ്ഞപ്പോൾ കേംബ്രിഡ്ജിൽ തന്നെ കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ ഷൂസിന്റെ ലേസൊക്കെ ടൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്, പിന്നെ സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ ഡിഫിക്കൽട്ടീസ് ഒക്കെ അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി. Shortly after his ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, സ്റ്റീഫൻസ് ഫസ്റ്റ് ഇയർ അറ്റ് കേംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ അറ്റ് ഓക്സ്ഫോർഡ്. വൈ? സ്റ്റീഫന്റെ ഫസ്റ്റ് ഇയർ കേംബ്രിഡ്ജിലെ ഫസ്റ്റ് ഇയർ ഓക്സ്ഫോർഡിലേതിനേക്കാൾ മോശമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതെന്താ കാരണം എന്നാണ് ചോദിച്ചത്. കറക്റ്റായിട്ട് അതിന്റെ ആൻസർ നമ്മളിപ്പോൾ പറഞ്ഞൊരു പാരഗ്രാഫിലുണ്ട്, അല്ലേ. Shortly after his 21st birthday in 1963, Hawking contracted a rare disease, amyotrophic lateral sclerosis, for which there was no known cure. It caused a gradual disintegration of the nerve cells in the spinal cord and the brain. At first, he went into a deep depression. He did not know what he ought to do or what his future would be like.
ഇങ്ങനെയൊക്കെ ചില ഒരു കാരണവുമില്ലാത്ത ചില എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ ബാധിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു അല്ലേ. ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ ഇൻ 1963 1963 അദ്ദേഹത്തിന്റെ 21ാമത്തെ ബർത്ത്ഡേക്ക് ശേഷം ഹോക്കിംഗ് കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ്. അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു അസുഖം എന്താണ്, അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ്, ഇങ്ങനെയൊരു അസുഖമാണ് തന്നെ ബാധിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഫോർ വിച്ച് ദർ വാസ് നോ നോൺ ക്യൂർ. ഈ ഒരു അസുഖത്തിന് എന്താ പ്രത്യേകത, ഇതുവരെ ഒരു ചികിത്സയും അതിന് കണ്ടെത്തിയിട്ടില്ല. ഇറ്റ് കോസ്ഡ് എ ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ. ഇതെന്താണ് ഈ അസുഖം, ഇതെങ്ങനെയാണ് നമ്മെ ബാധിക്കുന്നത്? അത് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ശിഥിലീകരിച്ച് പോവുക, നശിച്ചു പോവുക. നമ്മുടെ നെർവ് സെൽസ് നാഡികളൊക്കെ എവിടുത്തെ നാഡികളാണ്? സ്പൈനൽ കോഡിലെയും ബ്രെയിനിലെയും നട്ടലിലെയും തലച്ചോറിലെയും നെർവ് സെൽസ് അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്, അത് ശിഥിലീകരിച്ച് പോവുകയാണ് ചെയ്തത്. അങ്ങനെ കാലക്രമേണ ഇങ്ങനെ കൂടി വരും. ആ ഒരു പ്രോബ്ലം, ആ ഒരു ഡിസീസാണ് അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അല്ലേ. അപ്പോൾ അത്യാവശ്യം സീരിയസ് ആണ് കാര്യങ്ങളൊക്കെ. അറ്റ് ഫസ്റ്റ് ഹി വെന്റ് ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ അല്ലേ. എല്ലാവരെയും പോലെ തന്നെ ഒരു നോർമൽ മാൻ, ഒരു സാധാരണ ആളെ പോലെ തന്നെ ഇങ്ങനൊരു അസുഖമാണ് തന്നെ ബാധിച്ചിട്ടുള്ളത്. അതിനാണെങ്കിൽ ചികിത്സയുമില്ല, അത്യാവശ്യം വലിയൊരു അസുഖവുമാണ് എന്ന് മനസ്സിലാക്കിയ ഏതൊരാളെയും പോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങും ആദ്യം ഒരു ഡീപ്പ് ഡിപ്രഷനിലായി. ഭയങ്കര ഹൈലി അദ്ദേഹം ഡിപ്രസ്ഡായി. ആർക്കായാലും ഒരു വിഷാദം അദ്ദേഹത്തെ ബാധിച്ചു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ഹി ഓട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഓർ വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക്, അല്ലെങ്കിൽ തന്റെ ഫ്യൂച്ചർ എന്തായിത്തീരുമെന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ട്രാജഡി സ്ട്രൈക്ക് ഹോക്കിംഗ് ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ? 21st ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന ആ ട്രാജഡി എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു ഡിസീസാണ്, അത് പറഞ്ഞാൽ മതി. My dreams at that time were rather confused, he admitted. Before my condition was diagnosed, I had been very bored with life. There did not seem to be anything worth doing. But shortly after I came out of hospital, I dreamt that I was going to be executed. I suddenly realized that there were a lot of worthwhile things to do if I were reprieved. Another recurring dream was the idea of sacrificing my life to save others. After all, if I were going to die, I might as well do some good. മൈ ഡ്രീംസ് അറ്റ് ദാറ്റ് ടൈം വർ റാദർ കൺഫ്യൂസ്ഡ്. എൻ്റെ സ്വപ്നങ്ങൾ പോലും ആ ഒരു സമയത്ത് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അല്ലേ. അതെന്താ കാര്യം, ഇങ്ങനൊരു സാധാരണ രീതിയിൽ ജീവിച്ച് പോകുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് കാര്യം അദ്ദേഹത്തിന് വളരെ എത്രയോ അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കുറേ കാര്യങ്ങൾ ലൈഫിൽ ഇന്നത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഈ ലെവലിലേക്ക് 8ാമത്തെ വയസ്സിൽ തന്നെ സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ തീരുമാനിച്ച ആൾക്ക് പിന്നെ 21ാമത്തെ വയസ്സിൽ ഡ്രീംസ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത്രയും അംബീഷ്യസ് ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ ആ ഡ്രീംസ് വരെ ആ സമയത്ത് കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് പറയാം. ഈ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അദ്ദേഹം ആകെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി മാറി. ഹി അഡ്മിറ്റഡ്, ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. അദ്ദേഹം പറയാണ്, എൻ്റെ ഈ ഒരു കണ്ടീഷൻ തിരിച്ചറിയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതം വളരെ ബോറടിച്ചിട്ടായിരുന്നു അല്ലേ. അദ്ദേഹം ഇങ്ങനെ പഠിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ദർ ഡിഡ് നോട്ട് സീം ടു ബി എനിത്തിങ് വർത്ത് ഡൂയിങ്. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. ബട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ഐ ഡ്രീംഡ് ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയി വന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ്, ഞാൻ എന്നെ തൂക്കിക്കൊല്ലാൻ പോകണം, അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ് അല്ലേ. എൻ്റെ മരണം ഏകദേശം ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യാനുണ്ട്? ഐ സഡൻലി റിയലൈസ് ദാറ്റ് ദർ വർ എ ലോട്ട് ഓഫ് വർത്ത് വൈൽ തിങ്സ് ടു ഡു. അപ്പോൾ അതിന് മുമ്പ് അപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും സമയമുള്ളൂ, ആ സമയത്തിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഇഫ് ഐ വർ റിപ്രീവ്ഡ്, ഞാൻ എൻ്റെ ശിക്ഷ കുറച്ച് കാലതാമസം കിട്ടുകയാണെങ്കിൽ എന്താണ്, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അനദർ റിക്കറിംഗ് ഡ്രീം വാസ് ദ ഐഡിയ ഓഫ് സാക്രിഫൈസിങ് മൈ ലൈഫ് ടു സെർവ് അതേഴ്സ്.
എന്താ വെച്ചാൽ വേറൊരു എനിക്ക് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എനിക്ക് തോന്നിയൊരു ഡ്രീം എന്തായിരുന്നു, അത് എൻ്റെ ലൈഫ് ഞാൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സാക്രിഫൈസ് ചെയ്യണമെന്നായിരുന്നു. ആഫ്റ്റർ ഓൾ ഇഫ് ഐ വർ ഗോയിങ് ടു ഡൈ ഐ മൈറ്റ് ആസ് വെൽ ഡു സം ഗുഡ്. ഇതൊക്കെ പുറമെ ഞാൻ മരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നല്ലത് എനിക്ക് ചെയ്യണം, എന്തെങ്കിലും കുറച്ച് നന്മകൾ എനിക്ക് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു? വാട്ട് ഡ്രാസ്റ്റിക് ചേഞ്ച് കം ഓവർ ഹോക്കിംഗ് ആഫ്റ്റർ ദ ഡയഗ്നോസിസ് ഓഫ് ഡിസീസ്. ഡിസീസ് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഹോക്കിങ്ങിനുണ്ടായിരുന്ന ആ ചേഞ്ചസ് ആണ് ചോദിക്കുന്നത്. Hawking's doctors hoped that this condition would stabilize, but the disease aggravated rapidly. They soon informed him that he had only about 2 more years to live. Hawking's doctors hoped that his condition would stabilize. അദ്ദേഹത്തിൻ്റെ ഡോക്ടേഴ്സിന് ചെറിയൊരു കണ്ടീഷൻ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ നിലനിർത്തി പോകാം എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ബട്ട് ദ ഡിസീസ് അഗ്രവേറ്റഡ് റാപ്പിഡ്ലി. പക്ഷേ ഈ രോഗം, ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ശരീരത്തിലുള്ള ഈ രോഗം അഗ്രവേറ്റഡ് റാപ്പിഡ്ലി, വളരെയധികം അഗ്രവേറ്റ് പെട്ടെന്ന് തന്നെ അത് കൂടി, അതിൻ്റെ ആ റേറ്റ് വളരെ പെട്ടെന്ന് കൂടാൻ തുടങ്ങി. ദേ സൂൺ ഇൻഫോംഡ് ഹിം ദാറ്റ് ഹി ഹാഡ് ഓൺലി അബൌട്ട് 2 more years to live. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടേഴ്സ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അറിയിച്ചു, നിങ്ങൾക്കിനി ഏകദേശം 2 വർഷം കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അറിയിച്ചു. 2 years passed. The progression of the disease had slowed. I didn't die. In fact, although there was a cloud hanging over my future, I found to my surprise that I was enjoying life in the present more than before. Total disability and death, though still a not too distant certainty, were postponed. Hawking had his reprieve, a precarious and a temporary one, but life was precious. 2 years passed. 2 വർഷം കഴിഞ്ഞു. ഹോക്കിങ് മരിച്ചോ? ഇല്ല. ദ പ്രോഗ്രഷൻ ഓഫ് ദ ഡിസീസ് ഹാഡ് സ്ലോഡ്. ആ ഡിസീസിന്റെ പ്രോഗ്രഷൻ ആയില്ല, വളരെ പെട്ടെന്ന് തന്നെ ഡിസീസ് കൂടി വന്നു എന്ന് പറഞ്ഞു. ഡോക്ടർമാരെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ഡിസീസ് കൂടി വന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരു പ്രോഗ്രഷൻ കൂടുന്ന ആ റേറ്റ് കുറയാൻ 2 വർഷം കഴിഞ്ഞ ശേഷം ഇദ്ദേഹം മരിക്കലുണ്ടായത് ആ ഒരു ഡിസീസിന്റെ പ്രോഗ്രഷൻ ഡിക്രീസ് ചെയ്യാണ് ഉണ്ടായത്. ഐ ഡിഡ്ന്റ് ഡൈ. സ്റ്റീഫൻ ഹോക്കിംഗ് പറയാണ്, ഞാൻ മരിച്ചില്ല. ഇൻ ഫാക്ട് ആൾദോ ദർ വാസ് എ ക്ലൗഡ് ഹാങ്ങിങ് ഓവർ മൈ ഫ്യൂച്ചർ. ശരിയാണ്, എൻ്റെ ഫ്യൂച്ചർ എന്താവും എന്ന് അത്ര ക്ലിയർ അല്ലായിരുന്നു. ഒരു ക്ലൗഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്ലൗഡ് ഹാങ്ങിങ് ഓവർ, ക്ലൗഡ് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇത്ര ഫ്യൂച്ചർ ക്ലിയർ അല്ലെങ്കിലും ഐ ഫൗണ്ട് ടു മൈ സർപ്രൈസ് ദാറ്റ് ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദ പ്രസന്റ്. ഞാനൊരു സർപ്രൈസിങ് ആയിട്ടൊരു കാര്യം കണ്ടെത്തിയത്, ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദ പ്രസന്റ്. ഞാനിപ്പോൾ എൻ്റെ ഈ പ്രസന്റ് ലൈഫ് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. മോർ ദാൻ ബിഫോർ, മുമ്പ് എനിക്ക് അത്ര എൻജോയ്മെന്റ് ഒന്നും, എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ലൈഫ്, എനിക്ക് വീണ് കിട്ടിയ ഈ ഒരു ജീവിതം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്, though still a not too distant certainty were postponed. എൻ്റെ ഈ ഒരു അസുഖം ഉണ്ട്, ഡെത്ത്, മരണവും എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണ്, അതൊക്കെ കുറച്ചൊന്ന് പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. പോസ്റ്റ്പോൺ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് നീട്ടി വെച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രീവ്. ഹോക്കിങ്ങിന് അദ്ദേഹത്തിന്റെ ആ ഒരു ശിക്ഷ ഉണ്ടല്ലോ, അതിന് കുറച്ച് കാലതാമസം നേരിട്ടതായിട്ട് തോന്നി. പ്രിക്കാരിയസ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ, അത് എത്രത്തോളം ആ ഒരു ഡിസീസ് ഉണ്ടാത്ത, എന്താ പറയുക, സ്റ്റേബിൾ അല്ല, അടുത്ത സമയത്ത് എന്തും സംഭവിക്കാം. ആൻഡ് ടെമ്പററി വൺ, ബട്ട് ലൈഫ് വാസ് പ്രഷ്യസ്. എങ്കിലും ഈ ഒരു ലൈഫ് എനിക്ക് പ്രഷ്യസ് ആണ്, വളരെ വിലമതിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ഒരു എന്താ പറയുക, അദ്ദേഹം ആ ഒരു പ്രസന്റ് ലൈഫ് അദ്ദേഹം കൂടുതൽ കാര്യക്ഷമമാക്കാൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ തുടങ്ങി. At a New Year's party at St. Albans, just before he entered the hospital for tests, Hawking met Jane Wilde. To her, this disheveled graduate student seemed terribly intelligent, eccentric, and rather arrogant. But he was interesting and she liked his wit. സെയിൻറ്റ് ആൽബൻസിൽ ഒരു ന്യൂ ഇയർ പാർട്ടി ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിൽ ടെസ്റ്റുകളൊക്കെ, ഈ ഡിസീസ് ഡയഗ്നോസ് ചെയ്ത് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിരുന്നു ഈ ഒരു പാർട്ടി ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് സ്റ്റീഫൻ ഹോക്കിംഗ് മെറ്റ് ജെയിൻ വൈൽഡ്. അവിടെ വെച്ചാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ജെയിൻ വൈൽഡിനെ കണ്ടുമുട്ടുന്നത്. ടു ഹെർ ദിസ് ഡിഷവെൽഡ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്, ഡിഷവെൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺടൈഡി,
അൺടൈഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തിയില്ലാത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അദ്ദേഹത്തിന്റെ ആ ഒരു അപ്പിയറൻസ് ഒക്കെ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലംസി ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. അതായത് അസുഖത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ദിസ് ഡിഷവൽഡ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ് സീംഡ് ടെറിബിളി ഇന്റലിജന്റ്. എന്താ അപ്പൊ ഈ ജെയിൻ വൈൽഡിന് എന്താ തോന്നിയത്? ഈ ഒരു ഡിഷവൽഡ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ഗ്രാജുവേറ്റഡ് ഈ ഒരു സ്റ്റുഡന്റിനെ, ഡിഷവൽഡ് ആയിട്ടുള്ള അൺടൈഡി ആയിട്ടുള്ള ഈ ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡന്റിനെ ജെയിൻ വൈൽഡിന് എങ്ങനെയാണ് തോന്നിയത്? ടെറിബിളി ഇന്റലിജന്റ്, അത്യധികം ഇന്റലിജന്റ് ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര ബുദ്ധിയുള്ള ഒരാളായിട്ട് തോന്നി. എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അല്ലെ, എല്ലാവരെയും പോലെ അല്ല, എന്തൊരു സ്പെഷ്യൽ ഒരു ക്യാരക്ടറൊക്കെ ഉള്ള പോലെ തോന്നി. ആൻഡ് റാദർ അറോഗന്റ്, കൂടാതെ അറോഗന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരി, കുറച്ച് അഹങ്കാരിയായിട്ടുള്ള ഒരാളായിട്ട് തോന്നി. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ക്ഡ് ഹിസ് വിറ്റ്. പക്ഷേ ജെയിൻ വൈൽഡിന് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. ഹി വാസ് ഇൻട്രസ്റ്റിംഗ്, പക്ഷെ അദ്ദേഹം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് ഷീ ലൈക്ക്ഡ് ഹിസ് വിറ്റ്, അദ്ദേഹത്തിന്റെ ഫലിതങ്ങൾ, അദ്ദേഹത്തിന്റെ തമാശകളൊക്കെ അവള് ഇഷ്ടപ്പെട്ടു. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് വാസ് ജെയിൻസ് ഇംപ്രഷൻ ഓഫ് ഹോക്കിംഗ്? ജെയിൻസിന് ഹോക്കിങ്ങിനെ കുറിച്ചുണ്ടായിരുന്ന ഇംപ്രഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് ഈ ഒരു പാരഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജെയിൻ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കണ്ടുമുട്ടിയപ്പോൾ എന്താണ് അവൾക്ക് തോന്നിയത്? അത് തന്നെയാണല്ലോ ഇംപ്രഷൻ. When Jane met him again after his discharge from the hospital, he was really in a pathetic state. I think he has lost his will to live. He was very confused, she commented. She was not, however, put off by his physical or mental condition. She was rather a shy teenager, serious-minded, with a strong faith in God ingrained from childhood by her mother, and a belief that good can come out of any adversity. എന്നുവെച്ചാൽ ഇത് ഹോസ്പിറ്റലിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഈ അസുഖങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് കുറച്ച് മുന്നെയാണ് ഇവർ ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നത്. വെൻ ജെയിൻ മെറ്റ് ഹിം അഗെയിൻ ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. രണ്ടാമത് ജെയിന് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കാണുന്നത് എപ്പോഴാണ്? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമാണ്. ഹി വാസ് റിയലി ഇൻ എ പാത്തറ്റിക് സ്റ്റേറ്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? വളരെ ദയനീയമായിരുന്നു അല്ലെ, പത്തറ്റിക് ആയിരുന്നു, പുവർ കണ്ടീഷൻ ആയിരുന്നു. എന്തായാലും അങ്ങനെ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിന് ഡിസീസ് ഡയഗ്നോസ് ചെയ്തു. പിന്നെ ആ ഡിസീസ് തന്നെ വളരെ സ്പീഡിൽ കൂടിക്കൊണ്ടിരുന്നു. അതെല്ലാം കൂടെ അദ്ദേഹം ഒരു പാത്തറ്റിക് കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഐ തിങ്ക് ഹി ഹാസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലീവ്. ജെയിൻ എന്താ ചിന്തിച്ചത്? അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ആ ഒരു ടെൻഡൻസി, ആ ഒരു ജീവിതം തന്നെ അദ്ദേഹത്തിന് മടുത്തിട്ടുണ്ടാവും എന്നാണ് തോന്നിയത്. ഹി വാസ് വെരി കൺഫ്യൂസ്ഡ്. ആ സമയത്ത് അദ്ദേഹം വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഡ്രീംസ് വരെ ഹൈലി കൺഫ്യൂസ്ഡ് ആയി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഷീ കമന്റഡ്. ഇത് ജെയിൻ പറയുന്നതാണ് കേട്ടോ, ജെയിൻ വൈൽഡ് പറയുന്നതാണ്. ഷീ വാസ് നോട്ട് ഹവർ പുട്ട് ഓഫ് ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെന്റൽ കണ്ടീഷൻ. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഫിസിക്കൽ കണ്ടീഷനും മെന്റൽ കണ്ടീഷനൊന്നും ആരെ ബാധിച്ചില്ല? ജെയിനെ ബാധിച്ചില്ല. ഷീ വാസ് റാദർ എ ഷൈ ടീനേജർ. ജെയിൻ ആരായിരുന്നു? ഒരു ഷൈ ടീനേജർ, കുറച്ചൊരു ഷൈ എന്ന് പറഞ്ഞാൽ നാണമുള്ള ഒരു ടീനേജർ ആയിരുന്നു. സീരിയസ് മൈൻഡഡ് ആയിരുന്നു. വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ നല്ല അടിയുറച്ച വിശ്വാസമുള്ള ഒരാളായിരുന്നു. ഇൻഗ്രെയിൻഡ് ഫ്രം ചൈൽഡ്ഹുഡ്. ആ ഒരു വിശ്വാസം ചെറുപ്പത്തിലെ നല്ല ദൃഢവിശ്വാസമുള്ള ആളായിരുന്നു. ബൈ ഹെർ മദർ. അത് ആരാൽ സംഭവിച്ചതാണ്? അവരുടെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. ആൻഡ് എ ബിലീഫ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും നല്ലതിനെ നമുക്ക് കണ്ടെത്താം എന്നൊരു വിശ്വാസം ഉള്ള, എന്താ വെച്ചാൽ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ളൊരു ഷൈ ടീനേജർ ആയിരുന്നു. ആര്? സീരിയസ് മൈൻഡഡ് ആയിട്ടുള്ള ഷൈ ടീനേജർ ആയിരുന്നു ജെയിൻ വൈൽഡ്. ഈ ഒരു പാരഗ്രാഫിൽ ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എ നോട്ട് ഓൺ ദ ക്യാരക്ടർ ഓഫ് ജെയിൻ. ജെയിൻ്റെ ക്യാരക്ടറെ കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാനാണ്. ഇതിൽ അവരുടെ ക്യാരക്ടർ നന്നായിട്ട് പറയുന്നുണ്ട്. ഹോക്കിംഗ് അഡ്മയർഡ് ഹെർ ഓപ്റ്റിമിസം and their friendship developed slowly. After a while, the two began to realize, in Jane's words, that together we could make something worthwhile. For Stephen, that made all the difference. He applied for a research fellowship at Caius, one of the colleges in Cambridge University. ഹോക്കിംഗ് അഡ്മയർഡ് ഹെർ ഓപ്റ്റിമിസം. ഈ ഒരു ഓപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ശുഭാപ്തി വിശ്വാസം. എന്ത് വന്നാലും നല്ലതേ സംഭവിക്കുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ,
ചിലർക്ക് ഓപ്റ്റിമിസം ഉണ്ടായിരിക്കും. ആ ഒരു ഈ ജെയിൻ വൈൽഡിന്റെ ഓപ്റ്റിമിസം ഹോക്കിങ്ങിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. അങ്ങനെ സാവധാനം അവിടെ ആ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു. ആഫ്റ്റർ എ വൈൽ ദ ടു ബിഗാൻ ടു റിയലൈസ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി, ഇൻ ജെയിൻസ് വേർഡ്സ്, ജെയിനിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, ദാറ്റ് ടുഗദർ വി കുഡ് മേക്ക് സംതിങ് വർത്ത് വൈൽ. ഞങ്ങൾക്ക് ഒന്നിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും എന്നൊരു ആ ഒരു ചിന്ത വരാൻ തുടങ്ങി. ഫോർ സ്റ്റീഫൻ ദാറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. സ്റ്റീഫനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു തീരുമാനം ഇറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്, എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കിയത് എന്താണ്, അവരുടെ ഈ ഒരു തീരുമാനമാണ്. ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് കായസ്, വൺ ഓഫ് ദ കോളേജസ് ഇൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കായസ് എന്ന കോളേജിൽ അദ്ദേഹം എന്തിന് അപ്ലൈ ചെയ്തു? റിസർച്ച് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്തു. ഇത് എപ്പോഴാണ് ചെയ്യുന്നത്? ഇത്രയും വലിയൊരു ഡിസീസ് ഡയഗ്നോസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ 2 വർഷം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്താണ് അദ്ദേഹം ഇതിന് അപ്ലൈ ചെയ്തത്. അപ്പൊ ഇത് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പ്രോത്സാഹനം എവിടുന്നാണ് കിട്ടിയത്? ജെയിൻ വൈൽഡിനെ മീറ്റ് ചെയ്തതിന് ശേഷമാണ് കിട്ടുന്നത്. ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡിഡ് ജെയിൻസ് ഓപ്റ്റിമിസം ഇൻഫ്ലുവൻസ് ഹോക്കിംഗ്? ജെയിൻ വൈൽഡ് ഓപ്റ്റിമിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലെ, ഓപ്റ്റിമിസം ഉള്ള ആളായിരുന്നു എന്ന് പറഞ്ഞു. ജെയിനിന്റെ ഈ ഓപ്റ്റിമിസം ഹോക്കിങ്ങിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? സ്റ്റീഫൻ ഹോക്കിങ്ങിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അതെന്താണ്? അദ്ദേഹം ആ സ്വാധീനം കൊണ്ട് തന്നെയാണല്ലോ എന്തുണ്ടായിരുന്നത്, ഈ ഒരു റിസർച്ച് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് കിട്ടിയത് അല്ലെ. In 1965, at the age of 23, Hawking received his fellowship at Caius, and in July of the same year, Jane and he were married. 1965 1965 ആയപ്പോഴേക്കും അറ്റ് ദ ഏജ് ഓഫ് 23, 21st ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷമാണ് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത് വരെ. ഓക്കെ, അപ്പോൾ 23 വയസ്സായപ്പോഴേക്കും 23 വയസ്സായപ്പോഴേക്കും ഹോക്കിങ്ങിന് എന്ത് കിട്ടി? അദ്ദേഹത്തിന്റെ ഫെലോഷിപ്പ് കിട്ടി. ആൻഡ് ഇൻ ജൂലൈ ഓഫ് ദ സെയിം ഇയർ, ഈ 23ാമത്തെ വയസ്സിലെ ജൂലൈയിൽ തന്നെ ജെയിൻ വൈൽഡും സ്റ്റീഫൻ ഹോക്കിങ്ങും മാരി ചെയ്യുകയും ചെയ്തു. ഓക്കെ, നമുക്ക് ഇവിടെ സെൻഡ് ചെയ്യാം. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഉണ്ടാവുന്നതായിരിക്കും. ഇത്രയും ഭാഗം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.